ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളെ ബോറടിപ്പിക്കാതെ എനിക്കറിയാം. എങ്കിലും ഇതാണ് ഞാൻ ആദ്യം എടുത്ത ഷോപ്പിംഗ് വീഡിയോ കേട്ടോ. അപ്പം അമ്മയുടെ അടുത്ത് നിന്ന് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. കൊട്ടാരക്കരയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ആ ചേച്ചി തിരുവോണത്തിനന്ന് ഉച്ച കഴിഞ്ഞ് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്മയ്ക്കുള്ളത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്നോ പിറ്റേന്ന് രാവിലെയോ അമ്മയ്ക്ക് അത് കിട്ടും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണേ. അപ്പം ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് എല്ലാവർക്കും ലീവായിരുന്നല്ലോ, അന്നായിരുന്നു ഈ വീഡിയോ ഞാൻ എടുത്തത്. അപ്പം എല്ലാവർക്കും അവധിയാണ്, നല്ല തിരക്കാണെന്നും അറിയാം. പിന്നെ ഏട്ടന് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ അങ്ങ് ഇറങ്ങുന്നത്. സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പം ചേട്ടനും അനിയനും കൂടെ ആദ്യമേ കയറി ഫ്രണ്ടിൽ അങ്ങ് ഇരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ബാക്കിലായിരിക്കുന്നത് കേട്ടോ. കുറച്ച് സമയം ഇരുന്നപ്പോഴത്തേക്ക് ഏട്ടൻ സീറ്റ് ബെൽറ്റ് ഇടണം. അങ്ങനെ ശ്രീമോനെ അങ്ങ് ബാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ശ്രീമോൻ ബാക്കി വന്നു കഴിഞ്ഞപ്പോൾ കാശിക്കും ബാക്കി വരണം. അങ്ങനെ പിന്നെ കാശിയും ബാക്കി വന്നു. അങ്ങനെ അവനെ അടക്കി ഇരുത്തത്തതേ ഇല്ല. കാശി ഇങ്ങനെ ഓരോ കോക്കറിയും കാണിച്ചുകൊണ്ടിരിക്കും അവനെ ചിരിപ്പിക്കാൻ. അവൻ എന്തോ കാണിച്ചാലും ഇവൻ ഇരുന്നങ്ങ് ചിരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കളിയും ചിരിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഗേറ്റ് അടവില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോളത്തോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. കടയുടെ ഫ്രണ്ട് എത്തിയപ്പോഴത്തേക്ക് ഒരു ബ്ലോക്ക്. അത് ആ കടയിലോട്ട് കയറുന്ന വണ്ടികൾ തന്നെയായിരുന്നു കേട്ടോ കൂടുതലും. അങ്ങനെ പിന്നെ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടുത്തെ പോയി വണ്ടിയും വാങ്ങിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടു. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതുപോലെ തിരക്കായിരുന്നേ. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് കൊടുത്തു വിടേണ്ടത് കൊണ്ടാണ് നേരത്തെ വന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഏട്ടൻ കൊട്ടാരക്കരയ്ക്ക് പോവുകയാണെങ്കിൽ കൊടുത്തു വിടാമല്ലോ എന്ന് കരുതിയാണ് നേരത്തെ വന്ന് വാങ്ങിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നേരത്തെ വാങ്ങിച്ച് അങ്ങ് വെക്കുമെന്ന് വെച്ചാൽ അത്രയും ജോലി അങ്ങ് ഒതുങ്ങും. പിന്നെ ഒരു അവധി ദിവസം കൂടെ കിട്ടിയപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പർച്ചേസിങ് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാവർക്കും എടുത്തത്. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് മറ്റേതെല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ ചെന്നിട്ട് പറഞ്ഞു സൈഡ് ഓപ്പൺ കോട്ടൻ്റെ ടോപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേ അറ്റമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു എല്ലാം എടുത്ത് നിരത്തേണ്ട ചേച്ചി, കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞു. സ്റ്റോൺ വർക്ക് ഉള്ളത് വേണ്ട, ലേസ് വർക്ക്, ത്രെഡ് വർക്ക്, സൈഡ് ഓപ്പൺ, കോട്ടൺ, ഇങ്ങനെയുള്ള തുണികൾ മാത്രം എടുത്ത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കോട്ടൻ്റെ മതി, അല്ലാതുള്ളതൊന്നും വേണ്ട, പിന്നെ സീക്വൻസും സ്റ്റോണും ഒന്നും ഉള്ളത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെയാണ് നമ്മൾ നോക്കിയത് കേട്ടോ. ഈ ടോപ്പ് എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഈ ലേസ് വർക്ക് വരുന്നത്. ഞാനാണെങ്കിൽ ഒരു നൈറ്റി ഫ്രോക്ക് തയ്പ്പിച്ചാൽ പോലും അതിനകത്ത് ലേസ് വർക്ക് ചെയ്യിപ്പിച്ച് ഞാൻ വാങ്ങിക്കാറുള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഓരോ ടോപ്പുകളും എടുത്ത് വെച്ച് നോക്കി അമ്മയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാനെ കൊണ്ട്. അപ്പം ലേസ് വർക്ക് വരുന്നത് അമ്മയ്ക്ക് അത്ര പിടിച്ചില്ല, അതുകൊണ്ട് അമ്മ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കോട്ടൻ്റെ 3 വേറെ ടോപ്പുകൾ, ഇത് ഹൈനെക്ക് വരുന്നതും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൈനീസ് കോളർ വരുന്നത്, അങ്ങനെയൊക്കെ 3 ടോപ്പാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഒരു സെറ്റ് വേണമെന്ന് പറഞ്ഞു, ചുരിദാറും ഷോളും പാൻറ്റും കൂടെ ഉള്ളത്, അതും കോട്ടൺ തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ത്രെഡ് വർക്കുള്ള ഒരു കോട്ടൻ്റെ ഞാനൊരു പീച്ച് കളർ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് നല്ലതായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏട്ടനാണെങ്കിൽ ശ്രീമോനെ കൊണ്ട് പോയി അവിടെ ഒരു ചെയറിലങ്ങ് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവനങ്ങ് ഭയങ്കര വെപ്രാളമായിരുന്നു ശ്രീമോൻ ഇത്ര സമയം ആയപ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ ഞാൻ അവനെയും കൈ വാങ്ങിച്ചുകൊണ്ട് പിന്നെ ഇതിനെല്ലാം ബോട്ടം എടുക്കണമായിരുന്നു. അങ്ങനെ ബോട്ടം എടുക്കാൻ പോയെങ്കിലും ഒരു കളറോ 2 കളറോ എന്തോ കിട്ടിയുള്ളൂ. നമ്മൾ എടുത്തതിൻ്റെ സെയിം കളർ കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ അതുമൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ശ്രീമോനും കാശിക്കും ഏട്ടനും നോക്കാമെന്നും പറഞ്ഞ് നമ്മൾ 3rd ഫ്ലോറിലോട്ട് പോവുകയാണേ. അപ്പോഴേക്കും ഞാൻ ബാസ്ക്കറ്റ് ഏണ്ടായി കൊടുത്തിട്ട് ശ്രീമോനെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അവരുടെ ഏരിയ ആണല്ലോ, ഇനി അവരത് കയറി ഇറങ്ങി അങ്ങ് നോക്കി വാങ്ങിച്ചോളും കേട്ടോ. ശ്രീമോനും കാശിക്കും ഞാൻ ഒരുപോലുള്ള ഡ്രസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. 1-2 ഞാൻ എടുക്കുകയും ചെയ്തു. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ എടുത്തതായിരുന്നു, പക്ഷേ അത് വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് മിസ്സായിപ്പോയി, അതെനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ ഏട്ടൻ്റെ ഡ്രസ്സ് എടുക്കുന്നതൊക്കെയാണ് നോക്കുന്നത്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണം ഒരു ഷർട്ടും മുണ്ടും വേണം. അപ്പം ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഇൻസ്റ്റയിലൊക്കെ കാണുമല്ലോ, ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ കാണുന്ന സെറ്റായിട്ടുള്ള ഷർട്ടിന് ചേരുന്ന മുണ്ടൊക്കെ ഉള്ളതുണ്ടല്ലോ, ഇപ്പോഴത്തെ തെയ്യം കഥകളി അതൊക്കെ വർക്ക് വരുന്നത്. അങ്ങനെ കുറച്ചായിട്ട് ഇവിടെ ഇട്ട് നോക്കിയെങ്കിലും എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ, നമുക്ക് വേറെ നോക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാമെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. കാശിക്ക് വാങ്ങിച്ചതൊന്നും വീഡിയോ ഇല്ല കേട്ടോ. വാങ്ങിച്ചു ഞാൻ, പക്ഷേ ഇതിലെടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് ജിമുക്കി എടുക്കാമെന്ന് കരുതി അങ്ങനെ വന്ന് നോക്കി. എനിക്ക് വീട്ടിലുള്ള ഡ്രസ്സിന് ചേരുന്നതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ എനിക്ക് സാമ്യം തോന്നുന്ന 2-3 ജിമുക്കൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതുമായിട്ട് ഒരു സാമ്യവും ഇല്ലായിരുന്നു. എങ്കിലും ജിമുക്കി ആയതുകൊണ്ട് ഞാൻ ഏതിൻ്റെങ്കിലുമൊക്കെ കൂടെ പെയർ ചെയ്തുകൊണ്ട് പോവും, അത് വേറൊരു സത്യം. പിന്നെ എനിക്ക് എപ്പോൾ വന്നാലും ഞാൻ വാങ്ങിക്കും കേട്ടോ. 1-2 ഞാൻ വാങ്ങിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കമ്മലുകൾ. ജിമുക്ക മാത്രമല്ല, ലോങ് കമ്മലുകളെല്ലാം എനിക്കിഷ്ടമാണ്. ഇപ്പോഴാണ് പൊതുവേ ഞാൻ അങ്ങനെ കമ്മലുകൾ വലുതിടാത്തത്, ശ്രീമോൻ പിടിച്ച് വലിക്കുന്നത് കൊണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കമ്മലൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ അടിച്ചിങ്ങി വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ഏട്ടൻ പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം
കഴിക്കാം, മണി 2 മണി കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിക്കാൻ പോകണമായിരുന്നു, അത് സ്മാർട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു അവിടെയും കൂടെ പോയിട്ട് ഫുഡ് കഴിച്ചാൽ പോരേന്ന് ചോദിച്ചു. അന്നേരമാണ് ഞാൻ അറിയുന്നത് സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പം തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം നോക്കത്തില്ല, സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. ആണുങ്ങളറിയും, പെണ്ണുങ്ങളറിയത്തില്ല കേട്ടോ. തുണി എന്നും പറഞ്ഞ് ചത്ത് കിടക്കുമായതുകൊണ്ട് പിന്നെ ഒന്നും അറിഞ്ഞില്ല. പിന്നെ ഞാൻ എന്തായാലും പറയുമെങ്കിൽ പിന്നെ കഴിക്കാമോ, പിള്ളേരെയും വിശന്നിരിക്കുമല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ക്വാർട്ടർ അൽഫാം മന്തി, പെരി മന്തിയാണേ വാങ്ങിച്ചത്. ഏട്ടനാണെങ്കിൽ ബീറ്റ് പൊറോട്ടയും ഒരു അൽഫാമും പിന്നെ ക്വാർട്ടർ അൽഫാമും പിന്നെ എന്തോ ഒരു കുറുമയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേവി കറി വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ താഴോട്ടിങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പോൾ കാശിയുടെ ഒരു മിസ്സ് താഴെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മിസ്സ് കാണാതെ അവൻ ഓടി ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ മാടനാട തന്നെ വന്ന് സ്മാർട്ടിൽ കയറുവാണ്. അത് അമ്മയ്ക്ക് കൊടുത്തു വിടാനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത്. അങ്ങനെ പിന്നെ അത് മാത്രം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ സമയമായപ്പോഴത്തേക്ക് അവിടെ ഒരു ആക്ടിവിറ്റി ഏരിയ ഉണ്ടായിരുന്നു. അതെന്തോ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ അവിടുത്തെ കമ്പനി സ്റ്റാഫ് പറഞ്ഞു, മോനെ ഇതൊരു ആക്ടിവിറ്റിയാണ്, മോനൊന്ന് ചെയ്യണം, ഒരു വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. അങ്ങനെ അവർ വീഡിയോ ഒക്കെ എടുത്തു. നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എല്ലാവർക്കും താങ്ക് യു.